ബൈജു, എന്താണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട തടസ്സം? സാക്ഷിമൊഴി രഹസ്യമൊഴിയായി എത്തിയിട്ടുണ്ട്. പക്ഷേ പോലീസിന്റെ അന്വേഷണം വലിയ താല്പര്യമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന തോന്നലല്ലേ ഉണ്ടാകുന്നത്? തീർച്ചയായും മഞ്ജുഷ, ആ രീതിയിലാണ് ഇപ്പോൾ ധർമ്മസ്ഥലയിൽ കാര്യങ്ങൾ പോകുന്നത്. ഈ മഞ്ജുഷ സൂചിപ്പിച്ചതുപോലെ തന്നെ 1985 മുതൽ 2014 വരെ 100 മൃതദേഹങ്ങളാണ് ശുചീകരണ തൊഴിലാളി കുഴിച്ചിട്ടെന്ന് പറയുന്നത്. നിർബന്ധിക്കപ്പെട്ടു, താൻ അതിന് നിർബന്ധിക്കപ്പെട്ടു എന്ന് പറയുമ്പോഴും 2001 മുതൽ 2010 വരെയുള്ള പോലീസിന്റെ വിവരാവകാശ നിയമപ്രകാരമുള്ള കണക്ക് ഞെട്ടിപ്പിക്കുന്നതാണ്. 484 പേരാണ് ഈ ധർമ്മസ്ഥലയിൽ ഇത്തരത്തിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടത്. ഇതിൽ പലതും അസ്വാഭാവിക മരണമാണ്, ആത്മഹത്യ, ആ രീതിയിലൊക്കെയാണ് പോലീസ് അതിൽ FIR ചെയ്തിട്ടുള്ളത്. ഒരു പ്രതികളെ പോലും പിടികൂടിയിട്ടില്ല. അത്തരം 484-ഉം 100-ഉം, അതായത് 584 ഇപ്പോൾ ഈ രീതിയിൽ തന്നെ കണക്കുകൾ വരുന്നു. അപ്പോൾ ഇതിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാവുന്നതുള്ളൂ. എന്തായാലും പോലീസ് ഇപ്പോൾ ജൂലൈ 14-ന് ഈ രഹസ്യമൊഴി നൽകുന്നു. തന്റെ കുടുംബത്തിനും തനിക്കും സംരക്ഷണം നൽകണം, ഇതായിരുന്നു പ്രധാനമായും ഈ സാക്ഷി പറഞ്ഞത്. ഈ കേസിലെ ഏക സാക്ഷി കൂടിയാണ് ഈ ശുചീകരണ തൊഴിലാളി എന്ന് ഓർക്കണം. ഇദ്ദേഹം 2014-ൽ ഇവിടെ നിന്നും രക്ഷപ്പെട്ടു പോകുന്നതാണ്. പിന്നീട് ഈ വലിയ തോതിൽ മാനസിക സമ്മർദ്ദം ഉണ്ടായതിനെ തുടർന്ന് ഇതൊക്കെ വെളിച്ചത്ത് കൊണ്ടുവരണം, ഇവരുടെ ആത്മാക്കൾക്കൊക്കെ ഇത് അന്ത്യകർമ്മം ഉൾപ്പെടെ ചെയ്യാനുള്ള കാര്യങ്ങൾ ഉണ്ടാവണം. അങ്ങനെയാണ് ഈ ശുചീകരണ തൊഴിലാളി വീണ്ടും വന്ന് ഇത്തരത്തിൽ ഈ വെളിപ്പെടുത്തൽ നടത്തുന്നത്. പക്ഷേ അദ്ദേഹം ആവശ്യപ്പെട്ട പ്രകാരം സുരക്ഷ ഈ സമയം വരെ നൽകിയിട്ടില്ല എന്നതാണ് ഇതിൽ ഏറ്റവും ഈ കേസ്. അതായത് അദ്ദേഹത്തിന്റെ ജീവൻ അപകടത്തിലാണ് എന്നുള്ള കാര്യമാണല്ലോ ഇപ്പോൾ പുറത്തു വരുന്നത്, സുരക്ഷ നൽകിയിട്ടില്ല എന്ന് പറയുമ്പോൾ. അതുപോലെ തന്നെ ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, രഹസ്യമൊഴിയായി കൊടുത്ത കാര്യങ്ങളിൽ പലതും വെളിയിൽ വന്നിട്ടുണ്ട് എന്നാണ്. അപ്പോൾ പോലീസ് തന്നെ ഇതിനകത്ത് ഈ രഹസ്യമൊഴി വെളിയിൽ വരുവാനായിട്ട് ഉത്സാഹം കാണിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹം ആരാണ് എന്നുള്ള വെളിപ്പെടുത്തൽ പോലും വന്നിരിക്കുകയാണല്ലോ. അത് ജീവന് സ്വാഭാവികമായിട്ടും സുരക്ഷയില്ലാത്ത ഒരു കാര്യമായി മാറുകയാണ്. അത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നാണ് ബൈജുവിന്റെ ഒരു വിലയിരുത്തൽ? അവിടെ പോയി കാണുമ്പോൾ ആർക്ക് വേണ്ടിയാണ് ഈ സംരക്ഷണ വലയം തീർക്കുന്നത്? ഇതിൽ മഞ്ജുഷ, ഈ കാര്യങ്ങൾ ഈ ഹീനകൃത്യം ചെയ്ത ആരാണോ അവർക്ക് ഇപ്പോഴും പോലീസിന്റെ ഒരു ഒത്താശ, അല്ലെങ്കിൽ പോലീസ് ഇവർക്ക് സംരക്ഷണം നൽകുന്നു, ഇതിനെല്ലാം ഒത്താശ നൽകുന്നു എന്ന് വേണം പറയാൻ. അത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ ഒരു തലയോട്ടി, അതായത് ഒരു മൃതദേഹ അവശിഷ്ടം, ഇതിന് തെളിവിനായി സ്വന്തം റിസ്കിൽ ഈ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ സ്ഥലത്ത് ഇത്തരത്തിൽ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആ മൃതദേഹ അവശിഷ്ടം എടുക്കുന്നത്. അത് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ അത് ഫോറൻസിക് പരിശോധനയ്ക്കായി അയക്കാൻ പറഞ്ഞു. അങ്ങനെ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. ഇത്തരത്തിൽ 100 മൃതദേഹങ്ങൾ അവിടെ ഉണ്ടെന്നും വളരെ ഗൗരവ സ്വഭാവമുള്ള ഒരു വെളിപ്പെടുത്തലാണത്. അത് എത്രയും പെട്ടെന്ന് ആ സ്ഥലത്ത് പോവുകയും അത് പരിശോധിക്കുകയും ചെയ്യേണ്ട പോലീസ് ആ നടപടികളിലേക്ക് കടക്കുന്നില്ല. മാത്രമല്ല, മഞ്ജുഷ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഈ ശുചീകരണ തൊഴിലാളിയുടെ പേര് വിവരങ്ങൾ ഒന്നും തന്നെ വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷെ അതെല്ലാം ഈ രഹസ്യമൊഴിയിൽ നിന്നും മുഴുവൻ വിവരങ്ങളും, അതെന്താണോ, അതായത് ഈ ക്രൈം ചെയ്തവരെ കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ, തന്നെ ആരാണോ ഈ കാര്യം ഏൽപ്പിച്ചത്, അതായത് മുൻ ജീവനക്കാർ, അവരെ വിവരങ്ങളൊക്കെ ആ രഹസ്യമൊഴിയിൽ ഉണ്ടായിരുന്നു. അതെല്ലാം ചോർത്തി അതെല്ലാം യൂട്യൂബ് ചാനൽ വഴി പുറത്തു വരുന്നു. അത് 11 മണിക്കൂറാണ് ഇത്തരത്തിൽ യൂട്യൂബ് ചാനലിൽ ഇദ്ദേഹത്തിന്റെ വിവരങ്ങളും ഇയാൾ ആരാണ് ഒക്കെ കാര്യങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നത്. ഏതായാലും അതിലിപ്പോൾ സുപ്രീം കോടതിയിലേക്ക് ഉൾപ്പെടെ പരാതിയുമായി ഇവർ പോയിട്ടുണ്ട്. ഓരോ ഘട്ടം കഴിയുമ്പോഴും പോലീസിന്റെ അലംഭാവം തീർച്ചയായും ഇതിലുണ്ട്. ഇതിൽ എത്രയും പെട്ടെന്ന് ഇദ്ദേഹം ചൂണ്ടിക്കാട്ടിയ സ്ഥലത്ത് പരിശോധന നടത്തുക, മണ്ണെടുത്ത് മാറ്റി പരിശോധന നടത്തുക. കാരണം ഒരു പ്രദേശത്ത് മാത്രമായാണ് ഇതെല്ലാ മൃതദേഹങ്ങളും ഇത്തരത്തിൽ കുഴിച്ചിട്ടിരിക്കുന്നത് എന്നാണ് ഈ ശുചീകരണ തൊഴിലാളി പറഞ്ഞത്. അത് ധർമ്മസ്ഥലയിൽ നിന്നും പോലീസ് സ്റ്റേഷനിൽ ഒരു 4 കിലോമീറ്റർ മാത്രം മാറി വലിയ മരങ്ങളൊക്കെയുള്ള ഒരു സ്ഥലത്ത് 1.5 കിലോമീറ്റർ അകത്ത്, റോഡിൽ നിന്നും 1.5 കിലോമീറ്റർ, അങ്ങനെയാണ് ആ സ്ഥലം ഉള്ളത്. ഞാൻ ആ സ്ഥലം കണ്ട ഒരാളാണ്, അവിടെ പോയ ഒരാളാണ്. അവിടെ നിന്നും വളരെ എളുപ്പത്തിൽ അത് പരിശോധന നടത്താൻ പറ്റും. വെറും അരമണിക്കൂർ കൊണ്ടാണ് ഒരു തലയോട്ടി, ഒരു മൃതദേഹ അവശിഷ്ടം ഇത്തരത്തിൽ പുറത്തെടുത്തത്. അതിന് ഒരു സാക്ഷ്യം വഹിക്കാൻ ഞാനും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത്രയും ആ ഭാഗത്ത് മുഴുവൻ ഇത്തരത്തിൽ മൃതദേഹം കുഴിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നിയമപരമായി പോലീസിന്റെ ഫോറൻസിക് സംഘം ഉൾപ്പെടെ എത്തി അത്തരത്തിൽ ഈ മൃതദേഹാവശിഷ്ടം പുറത്തെടുത്താൽ മാത്രമേ ഇതിൽ തെളിവുകൾ ഉൾപ്പെടെ ഉണ്ടാകൂ. അതിൽ ഏറ്റവും പ്രധാനം, നേരത്തെ മഞ്ജുഷ് സൂചിപ്പിച്ചത് തന്നെയാണ്, അനന്യ ഭട്ടിന്റെ 23 വർഷത്തിന് ശേഷമാണ് ഒരു പരാതി സ്വീകരിക്കാൻ പോലും പോലീസ് തയ്യാറാകുന്നത്. ആ കേസിൽ ആ അമ്മ ഇപ്പോഴും വിശ്വസിക്കുന്നത് ആ വനത്തിനകത്ത് ഈ മൃതദേഹാവശിഷ്ടം അവിടെ കുഴിച്ചിട്ട സ്ഥലത്ത് തന്റെ മകളുടെ മൃതദേഹാവശിഷ്ടം ഉണ്ടാവും. അനന്യ ഭട്ടിന്റെ കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതാണല്ലോ. അനന്യ ഭട്ടിന്റെ അമ്മ അന്ന് തന്നെ പരാതി കൊടുത്തതാണ്. ആ സമയം അനന്യ ഭട്ട് അവിടെ ധർമ്മസ്ഥലയിൽ വന്നതാണ്, ധർമ്മസ്ഥലം സന്ദർശിക്കാൻ കൂട്ടുകാരോടൊപ്പം വന്നതാണെന്ന് തോന്നുന്നു അല്ലേ. അങ്ങനെ വന്നപ്പോൾ പിന്നീട് കാണാതായി. ആ തിരോധാനത്തെക്കുറിച്ച് പരാതി ആ സമയത്ത് പറഞ്ഞപ്പോൾ പോലീസ് കേസെടുത്തില്ല. അത് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി അന്ന് സംഭവിച്ചുവല്ലോ.
2003-ലാണല്ലോ. ആ സമയത്ത് അനന്യ ഭട്ടിന്റെ അമ്മയ്ക്കെതിരെ ആക്രമണം നടന്നു എന്നാണല്ലോ പരാതി പറയാൻ എത്തിയപ്പോൾ ആ സ്ഥലത്ത് വെച്ച് ആക്രമണം നടന്നു, പരിക്ക് പറ്റി എന്നൊക്കെയാണല്ലോ ഇപ്പോൾ അവർ പറയുന്നത്. എന്താണ് ആ എപ്പിസോഡ്? എന്താണ് ഇപ്പോൾ പോലീസ് എന്താണ് പറയുന്നത്? മഞ്ജുഷ 2003 ഒക്ടോബർ 9-നാണ് ആ സംഭവം നടക്കുന്നത്. മണിപ്പാലിലെ MBBS വിദ്യാർത്ഥിനിയാണ്. തന്റെ സഹപാഠികൾ ആ പ്രദേശത്തുണ്ട്. അവരുടെ വീടുകളും അതുപോലെ തന്നെ ഈ ക്ഷേത്രമൊക്കെ കാണാനാണ് അനന്യ ഭട്ട് കൂട്ടുകാരോടൊപ്പം വരുന്നത്. അവിടെ ആ ക്ഷേത്രത്തിന്റെ തൊട്ട് സമീപത്ത് നിൽക്കുന്നിടത്താണ് ഇവരെ തട്ടിക്കൊണ്ടുപോകുന്നത്. ഈ വിവരം അറിഞ്ഞതിന് ശേഷം അമ്മ ഒരു കൊൽക്കത്തയിലെ CBI ഓഫീസിലെ ജീവനക്കാരിയാണ്. ആ അമ്മ അവിടെ എത്തുകയും മകളെ കുറിച്ച് അന്വേഷിക്കുന്നതിനിടയിൽ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ അവർ പരാതി സ്വീകരിക്കാൻ തയ്യാറായില്ല. സ്വന്തം നിലയിൽ വേണമെങ്കിൽ അന്വേഷിക്കുമെന്നാണ് അമ്മയോട് പറഞ്ഞതെന്നാണ് അവർ പറഞ്ഞത്. അതിനുശേഷം ഇവർ സ്വന്തം നിലയിൽ ഒരു അന്വേഷണം നടത്തുന്നതിനിടയിൽ ഒരു വലിയ സംഘം വന്ന് ഇവരെ ആക്രമിച്ച് 4 മാസത്തോളം അവർക്ക് കോമ സ്റ്റേജിൽ കിടക്കേണ്ടി വന്നു. അത് ബാംഗ്ലൂർ ആശുപത്രിയിലായിരുന്നു. പിന്നീട് ആ അമ്മ ഈ ധർമ്മസ്ഥലയിൽ തന്നെ എത്തി. ഇപ്പോൾ അവർ ഒരു വീട്ടിലുണ്ട്, അവിടെ തന്നെ ഉണ്ട്. അവരുടെ കൈയും തലയിലുമൊക്കെ പരിക്കുകളുടെ ബാക്കി ഇപ്പോഴുമുണ്ട്. ആ അമ്മ വിശ്വസിക്കുന്നത് ആ മകളുടെ മൃതദേഹ അവശിഷ്ടം അവിടെ ഉണ്ടാവും. അത് ശുചീകരണ തൊഴിലാളിയും പറയുന്നുണ്ട്. ഈ മൃതദേഹ അവശിഷ്ടം ഏകദേശം സാമ്യമുണ്ട്. ഈ അടയാളങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ അത്ര ഒരു മൃതദേഹം താൻ അവിടെ സംസ്കരിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇത് കൃത്യമായി ഓരോ കേസും പരിശോധിച്ചാൽ ഓരോ സംഭവങ്ങളും ഈ ശുചീകരണ തൊഴിലാളി പറയുന്ന അത്രയും കേസുകൾ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് 100-ലേറെ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അഭിഭാഷക സംഘം അതിനുശേഷം പറഞ്ഞത് ഏതാണ്ട് 400-ലധികം തിരോധാനം ഉണ്ടായിട്ടുണ്ട്, മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, കൊലപാതകം, ബലാത്സംഗം, പിന്നെ കൂട്ട ശവസംസ്കാരം, ഇതെല്ലാം പറഞ്ഞുകൊണ്ടാണ് 457 അങ്ങനെ ഒരു കണക്ക് പറയുന്നത്. പക്ഷേ ഇതിന് ആനുപാതികമായിട്ട് കേസുകൾ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? തിരോധാന പരാതികൾ വന്നിട്ടുണ്ടോ? ഇപ്പോൾ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ വന്നതിന് ശേഷം ഏകദേശം എത്ര ആളുകൾ അന്നത്തെ പരാതിയുമായിട്ട് വീണ്ടും വന്നിട്ടുണ്ട്? മനുഷ്യ ഈ ഒരു കേസിലും ഈ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയ ഒരു കേസിലും FIR ഇല്ല. അതാണ് ഏറ്റവും പ്രത്യേകത. 2001 മുതൽ 2014 വരെയുള്ള കേസാണ് ഞാൻ പറഞ്ഞത്. പോലീസിന്റെ വിവരാവകാശ പ്രകാരം എടുത്ത് കണക്ക്. അത് ശുചീകരണ തൊഴിലാളിയുടെ ഈ കണക്കിൽപ്പെടുന്നതല്ല. അദ്ദേഹം ഈ കുഴിച്ചിട്ടെന്ന് പറയുന്ന അല്ലെങ്കിൽ തന്നെ ഇത്തരത്തിൽ ബലമായി കുഴിച്ചിടാൻ പ്രേരിപ്പിച്ച ഈ കേസുകളൊന്നും തന്നെ FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. അനന്യ ഭട്ടിന്റെ ഉൾപ്പെടെ. അനന്യ ഭട്ടിനെ കാണാനില്ല, മകളെ കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ അന്ന് അവർക്ക് കേസേ രജിസ്റ്റർ ചെയ്തില്ല. കാരണം കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലും തയ്യാറായില്ല പോലീസ്. അത്തരത്തിൽ ഇതൊന്നും ഈ കണക്കിൽപ്പെടുന്നതല്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ ഒരുപാട് പരാതി ഇപ്പോഴും അവിടെ ഉയർന്നിട്ടുണ്ട്. പരാതിക്കാർ വന്നിട്ടുണ്ട്. അവരുടെ DNA പരിശോധന, അതായത് ഈ അനന്യ ഭട്ടിന്റെ അമ്മ സുജാത ഭട്ട്, അവരുടെ DNA പരിശോധന നടത്തിയ തന്നെ ഈ മൃതദേഹങ്ങൾ പുറത്തെടുത്താൽ അത് ഒരു പക്ഷേ വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റും. കാരണം അവിടെ തന്നെ ഉണ്ട് എന്ന് തന്നെയാണ് ഇവരും അമ്മയും വിശ്വസിക്കുന്നത്. ഒപ്പം ഈ ശുചീകരണ തൊഴിലാളിയും സാമ്യമുള്ള ഒരു മൃതദേഹം അവിടെ താൻ സംസ്കരിച്ചു എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം ഏറ്റവും പ്രധാനം ഈ പ്രദേശം കുഴിച്ച് പരിശോധിക്കുക എന്ന് തന്നെയാണ്. എത്രത്തോളം മൃതദേഹ അവശിഷ്ടം ആ മണ്ണിൽ ഇത്തരത്തിൽ മൂടപ്പെട്ടിട്ടുണ്ടോ അത് പുറത്തെടുത്താൽ മാത്രമേ ഇതിന്റെ വലിയ ചുരുളഴിയൂ. പക്ഷേ അതിന് വലിയ തടസ്സം നിൽക്കുന്നു. അത് ഇപ്പോഴും ഈ ഒരു ഗ്യാങ്, അത് കഴിഞ്ഞ സമയങ്ങളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഡി ഗ്യാങ് എന്ന് പറയുന്ന ഒരു ഗ്യാങ് ധർമ്മസ്ഥലയിൽ ഇപ്പോഴും സജീവമാണ്. നേരത്തെ അത് വലിയ തോതിൽ വലിയ സംഘങ്ങളായിരുന്നെങ്കിൽ ഇപ്പോഴും ആ ഗ്യാങ് ഇപ്പോഴും ഉണ്ട്. ഭീഷണി ഇത്തരത്തിലുണ്ട്. പല കേസുകൾക്കും സാക്ഷി കൊല്ലപ്പെട്ടിരിക്കുന്നു. അത് കൊല്ലപ്പെട്ട രീതി വാഹനാപകടവും വിഷം കഴിച്ചും തൂങ്ങി മരിച്ചുമൊക്കെയാണ്. അത് സൗജന്യ ഏറ്റവും വലിയ പ്രക്ഷോഭം ഇപ്പോഴും ഉയർന്നു വരുന്നത്, അന്നും ഉയർന്നു വന്നത് സൗജന്യ, ജസ്റ്റിസ് ഫോർ സൗജന്യ എന്ന കേസാണ്. ആ കേസാണ് ഇതിലെല്ലാം വഴിത്തിരിവായത്. പക്ഷേ ബൈജു, ഈ സൗജന്യയുടെ കേസിൽ FIR രജിസ്റ്റർ ചെയ്യുകയും അതിൽ അന്വേഷണം നടക്കുകയും അവസാനം തെളിവില്ലാതെ തള്ളപ്പെടുകയും ചെയ്തതല്ലേ സൗജന്യ കേസ്? സൗജന്യയെ കാണാതായതിനെ കുറിച്ച് തീർച്ചയായും ആ കേസിൽ FIR രജിസ്റ്റർ ചെയ്തു. പക്ഷെ അതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞെട്ടിപ്പിക്കുന്നതാണ്. അതായത് 4-ൽ കൂടുതൽ ആൾക്കാർ ചേർന്ന് ബലമായി ഇത്തരത്തിൽ ബലാത്സംഗം ചെയ്ത് അത് പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയെന്നാണ് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെ. പക്ഷെ ആ കേസിൽ ഒരു പ്രതി മാത്രമാണ്. ആ പ്രതി ഒരു നിരപരാധിയാണെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഈ സൗജന്യയുടെ കുടുംബം വ്യക്തമാക്കിയിരുന്നു. പക്ഷെ അതൊന്നും കേൾക്കാതെ പോലീസ് ഒരാളെ പ്രതി ചേർത്തു. അദ്ദേഹം 6 വർഷം ഇത്തരത്തിൽ വിചാരണ തടവുകാരനായിരുന്നു. ഏറ്റവും ഒടുവിലായി അദ്ദേഹത്തെ സുപ്രീം കോടതി വെറുതെ വിട്ടു, തെളിവുകൾ ഇല്ല എന്ന അടിസ്ഥാനത്തിൽ. ആ കേസിൽ 4 സാക്ഷികൾ ഉണ്ടായിരുന്നു. ആ സാക്ഷികൾ 4 പേരും ഇപ്പോൾ ജീവനോടെ ഇല്ല. അതൊക്കെയാണ് ഓരോ കേസുകളിലും ഇതിനു പുറമെ ഭൂമിക്ക് വേണ്ടി ഇത്തരത്തിൽ ആളുകളെ തട്ടിക്കൊണ്ടുപോവുക, അവരുടെ മക്കളെ തട്ടിക്കൊണ്ടുപോവുക. അത് പത്മലതയുടെ കേസ് പരിശോധിച്ചാൽ നമുക്ക് കാണാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഈ മത്സരത്തിൽ നിന്നും
പിന്മാറണമെന്ന് ആവശ്യപ്പെട്ട് ഇദ്ദേഹത്തിന്റെ 14 വയസ്സുള്ള മകളെ പത്മലതയെ തട്ടിക്കൊണ്ടുവന്നു. അത് ജയന്തിന്റെ സഹോദരിയാണ്. ജയന്ത് നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നതാണ് അറിയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ സഹോദരി തട്ടിക്കൊണ്ടുവന്നു. 56 ദിവസം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ നിന്നും അദ്ദേഹം ഒഴിവാകുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ മകളെ കൊലപ്പെടുത്തുന്നു. 56 ദിവസം കഴിഞ്ഞ ശേഷം മൃതദേഹം കിട്ടുന്നത് വെറും അസ്ഥികൂടമായാണ് കിട്ടുന്നത്. അത് ഈ നേത്രാവതി പുഴയുടെ അവിടെ നിന്നാണ് കിട്ടുന്നത്. കൈയും കാലും കെട്ടിയിട്ട നിലയിലായിരുന്നു മൃതദേഹം. പക്ഷേ അതും ഒരു ആത്മഹത്യയാണ് പോലീസ് എഫ്ഐആർ. ആ രീതിയിലാണ് കാര്യങ്ങൾ. കൊലപാതകങ്ങൾ നടത്തി ഇത്തരത്തിൽ തെളിവുകളെല്ലാം നശിപ്പിച്ച് സാക്ഷികളുണ്ടെങ്കിൽ അവരെ കൊലപ്പെടുത്തി ആ രീതിയിൽ കാര്യങ്ങൾ അവസാനം ഏറ്റവും ഒടുവിലായി ആത്മഹത്യ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. അത് തന്നെയാണ് ധർമ്മസ്ഥലയിൽ ഓരോ കേസുകൾ പരിശോധിച്ചാൽ അറിയാം. നമ്മൾ ഓരോ വീടുകളിൽ പോയതാണ്. ഇപ്പോഴും ഈ മകളെ കാത്ത് നിൽക്കുന്ന അമ്മമാർ, ഒരുപാട് അമ്മമാർ അവിടെ കണ്ണീരുമായി അവിടെ കഴിയുന്നുണ്ട്. അവർക്ക് ശബ്ദിക്കാൻ വഴിയുണ്ടായിരുന്നില്ല. ബൈജു, അപ്പോൾ ഒരു ഘട്ടത്തിൽ ഈ ശുചീകരണ തൊഴിലാളി പറയുന്നത് കെട്ടുകഥയാണ് എന്ന രീതിയിലുള്ള പ്രചാരണം ഉണ്ടായിരുന്നു. പക്ഷേ ഈ കാര്യങ്ങൾ ഈ മുൻപ് നടന്ന സംഭവങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ കൃത്യം കാര്യങ്ങൾ തന്നെ ഈ തൊഴിലാളി പറയുന്നു, ഈ സാക്ഷി പറയുന്നു എന്നുള്ള കാര്യം വ്യക്തമാണല്ലോ അല്ലേ? അങ്ങനെ തന്നെ ഇപ്പോൾ ആണല്ലോ അല്ലേ? ഇത് അവിടെയുള്ള താങ്കൾ ഒരുപാട് ആളുകളെ അവിടെ കണ്ടു, ധർമ്മസ്ഥലയിൽ ഒരുപാട് ആളുകളുമായി സംസാരിച്ചു. അവരും ഈ സംശയം പങ്കുവെക്കുന്നുണ്ടല്ലോ, ഈ ഡി ഗ്യാങ്ങിനെ പറ്റിയൊക്കെ. ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ അത് വിശ്വസിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം തന്നെ ഇത്തരത്തിൽ ഒരു സ്ഥലത്തു നിന്നും ഈ കുഴിച്ചിട്ട സ്ഥലത്തെത്തുന്നതും അവിടെ നിന്നും ഈ മൃതദേഹാവശിഷ്ടം പുറത്തെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നു. കോടതിക്ക് പോലും ബോധ്യപ്പെട്ടിരിക്കുന്നു. കോടതി ഇവരോട് പ്രധാനമായും അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുള്ളത് ഈ കേസിൽ വിശദമായ ഒരു അന്വേഷണം നടത്തുക, പ്രധാനമായും ഇദ്ദേഹം പറയുന്ന ആ സ്ഥലം അവിടെ പരിശോധന നടത്തുക. ഇതിപ്പോൾ 6 ദിവസത്തിലധികമായിരിക്കുന്നു കോടതിയിൽ ഈ നിർദ്ദേശം കൊടുത്തിട്ട്. അപ്പോൾ തന്നെ കോടതി ഇദ്ദേഹത്തിന് ശക്തമായ സുരക്ഷ കൊടുക്കണമെന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ ജീവൻ അപകടത്തിലാണ്, അതുകൊണ്ട് സുരക്ഷ കൊടുക്കണമെന്ന് പറഞ്ഞു. ഇതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ഇപ്പോഴും ആക്ഷൻ കമ്മിറ്റി പറയുന്നത് ഈ മംഗളൂരു SP അരുൺ കെ പല കേസുകളും കർണാടകയുടെ പല ഭാഗങ്ങളിലും അദ്ദേഹം ഈ സേവനം ചെയ്യുന്ന സമയത്ത് പല കേസുകളും വളരെ സത്യസന്ധത്തോടുകൂടി അന്വേഷിച്ച ഉദ്യോഗസ്ഥരാണ്. അദ്ദേഹത്തിൽ വിശ്വാസമുണ്ടെന്ന് തുടക്കത്തിൽ തന്നെ ആക്ഷൻ കമ്മിറ്റി പറയുന്നുണ്ട്. ഇപ്പോഴും അതേ നിലപാടാണ് ആക്ഷൻ കമ്മിറ്റി ഉള്ളത്. അതിനിടയിലാണ് ഇപ്പോൾ സർക്കാർ ഇത്തരത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കാം എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ ഈ ആക്ഷൻ കമ്മിറ്റി കൃത്യമായി പറയുന്നുണ്ട് അത് ഏതെങ്കിലും തരത്തിലുള്ളൊരു ഇത്തരത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് ഈ കേസുകൾ ഇല്ലാതാക്കുക അല്ലെങ്കിൽ സാക്ഷിനെ ഇല്ലാതാക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഈ കേസിൽ കൃത്യമായ വിദഗ്ധ സംഘങ്ങൾ DGPയുടെ മേൽനോട്ടത്തിൽ ഉള്ള ഒരു സംഘത്തെ രൂപീകരിച്ച് ഇത്തരത്തിൽ അന്വേഷണം നടത്തണമെന്നൊരു ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത്. എന്തായാലും തിങ്കളാഴ്ച ഇത് സംബന്ധിച്ച ഒരു തീരുമാനം ഉണ്ടാവും. കാരണം ഈ കേസ് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇവർ 1000-കണക്കിന് ആളുകൾ ഈ പ്രദേശത്തേക്ക് പോവുകയും അവിടെ ഈ പരിശോധന നടത്തി ഈ തെളിവുകളെല്ലാം പുറത്തെടുക്കാൻ ആക്ഷൻ കമ്മിറ്റി തയ്യാറെടുക്കുകയാണ്. ആ ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ ആക്ഷൻ കമ്മിറ്റി നൽകിയിട്ടുണ്ട്.